ഇന്ത്യയിലെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ ഭീകരർക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയിരിക്കുന്നു. അതിലേറ്റവും അഭിമാനകരമായ സംഗതി, ഈ ഓപ്പറേഷൻ നയിച്ചത് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി ഒരു വനിതയാണ്, കേണൽ സോഫിയ ഖുറേഷി. ഞാൻ ഈ സോഫിയ ഖുറേഷിയെക്കുറിച്ച് അന്വേഷിച്ചു. അവർ ഗുജറാത്തിലെ വഡോദര സ്വദേശിയാണ്. അവരുടെ ഭർത്താവ് കേണൽ താജുദ്ദീൻ ഖുറേഷി, മുസ്ലിമാണ്. രണ്ടുപേരും 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണ്. ഒരു മകനുണ്ട്, സമീർ ഖുറേഷി. ഉമ്മയും ബാപ്പയും ധരിക്കുന്ന യൂണിഫോം കണ്ട് അഭിമാനിച്ച് അവർക്കെന്നും സല്യൂട്ട് ചെയ്യുന്ന സമീർ ഖുറേഷി. ഇനിയിപ്പോൾ ഞാൻ നോക്കി, ഇവരുടെ പിതാവ്, ഈ സോഫിയയുടെ പിതാവ് പാപ്പ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ മതാധ്യാപനം നടത്തുന്ന, ഓരോ മതത്തിനും അവർക്ക് ഉണ്ട്. അങ്ങനെ മിലിറ്ററിയാണ്, ഉണ്ട് അങ്ങനെ അടിമുടി ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ മുസ്ലിം, 5 നേരം നിസ്കരിക്കുന്ന ഇന്ത്യൻ മുസ്ലിമായ വനിതയാണ് ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരന്മാരെ തച്ചു തകർക്കാൻ വേണ്ടി നമ്മുടെ സൈന്യം നിയമിച്ചത്. അതോടൊപ്പം അത് ബ്രീഫ് ചെയ്യാൻ, ലോകത്തോട് പറയാൻ കേണൽ സോഫിയ ഖുറേഷിയെയും വ്യോമിക സിംഗ് എന്ന് പറയുന്ന എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥയും തന്നെ ചുമതലപ്പെടുത്തി. എത്ര അഭിമാനമാണ്! ഒരാൾ ഹിന്ദിയിലും ഒരാൾ ഇംഗ്ലീഷ്. അത് എത്ര വലിയ, എത്ര മഹത്തായ സംസ്കാരമുള്ള, എത്ര മഹത്തായ രാജ്യമാണ് നമ്മുടേത്. ഞാൻ അഭിമാനിക്കുകയാണ്, വല്ലാത്ത അഭിമാനം. അത് പെട്ടെന്ന് ഓർക്കുന്ന ഈ 22-ാം തീയതി, ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ ഭീകരർ ഇങ്ങനെ ആളുകളെ മതം ചോദിച്ച് വസ്ത്രമുരിഞ്ഞ് നോക്കി വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ കർണാടകയിൽ നിന്നുള്ള മഞ്ജുനാഥ് റാവുവിൻ്റെ ശിരസിലേക്ക് അയാൾ തോക്ക് ചൂണ്ടി കലീമ ചൊല്ലാൻ പറഞ്ഞു. കലീമ അറിയാത്തപ്പോൾ ഒറ്റ വെടിക്ക് പോയിന്റ് ബ്ലാങ്കിൽ മഞ്ജുനാഥിനെ കൊന്നു. ഇത് കണ്ട് സ്തംഭിച്ചു പോയ ഭാര്യ പല്ലവി റാവു ഈ ഭീകരനോട് പറഞ്ഞു, എന്നെയും കൂടെ അങ്ങ് കൊല്ലൂ എന്ന് പറഞ്ഞു. ഉടനെ മറുപടി, നീ പോയി ഇതിൻ്റെ മോദിയോട് പറയൂ എന്നായിരുന്നു. അങ്ങനെയായിരുന്നു. മോദിയോട് ഇന്ത്യയിലെ ജനങ്ങൾ, നിന്നെ കൊല്ലില്ല, മോദിയോട് ഇന്ത്യയുടെ ജനങ്ങൾ പറഞ്ഞു. പറയാതെ തന്നെ മോദി അത് കേട്ടു. അതിൻ്റെ ഉത്തരമാണ് ഓപ്പറേഷൻ സിന്ദൂർ, അല്ലേ? ഇത് ഒരു സ്ഥലത്ത് വായിച്ചത് മോദിയുടെ താണ്ഡവമായിരുന്നു എന്ന് വായിച്ചു. മോദിയെ പറ്റി ഒരു വിവരവും ഈ പാകിസ്ഥാനികൾക്കില്ല. പ്രത്യേകിച്ച് പട്ടാള മേധാവി എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ ഒരക്ഷരം. ഈ ആക്ഷന് ശേഷം അയാൾ സംസാരിച്ചിട്ടില്ല. എവിടെയാണെന്ന് അറിയില്ല അല്ലേ? ഈ മുല്ല ജനറൽ മുനീർ. അപ്പോൾ ഈ ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ഈ യുദ്ധതന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ, ഈ കബളിപ്പിക്കുക എന്നുള്ളത് ശത്രുവിനെ. ഇത് നമ്മുടെ ഈ മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വാചകം വെച്ചിട്ട് പറയുമല്ലോ, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചാരപ്രവർത്തനം നടത്തേണ്ടത്, യുദ്ധം നടത്തേണ്ടത് എന്നൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അല്ല, ഈ നമ്മൾ ഈ തെറ്റായ ഇൻഫർമേഷൻ പറയുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. നമ്മളൊരു വീഡിയോ ചെയ്തു. കാരണം പാകിസ്ഥാൻ ദയനീയമായ അടികൊണ്ട് ചുരുണ്ട് കൂടിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെനാബ് നദിയിലെ വെള്ളം ഇന്നലെ വരെ 6000 ക്യൂസെക്സ് ആയിട്ട് നമ്മൾ കുറച്ചത് പെട്ടെന്ന് നമ്മൾ ഈ 1 മണിക്കൂർ മുമ്പ് 28,000 ക്യൂസെക്സ് ആയിട്ട് തുറന്നു വിട്ടിട്ടുണ്ട്. വെള്ളം കുടിച്ച് വെള്ളത്തിൽ മുങ്ങി ഇപ്പോൾ പാകിസ്ഥാൻ മുങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ തോറ്റു നിൽക്കുന്ന പാകിസ്ഥാൻ ഒരു ഫേക്ക് നറേറ്റീവ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ജെറ്റുകളെ വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. 5 പച്ചക്കള്ളമാണ്. ഇന്ത്യൻ ആർമി അത് പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ സംഭവമേ ഇല്ല. ചില ചിത്രങ്ങൾ കാണിച്ചു. ആ ചിത്രം MiG-29 രാജസ്ഥാനിൽ മുമ്പ് തകർന്ന അതല്ല ഇപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫ്യൂവൽ ഡ്രോപ്പ് ടാങ്ക് വിമാനങ്ങൾക്ക് അധിക ഇന്ധനം സൂക്ഷിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അത് ആവശ്യം കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ചെയ്യും, പൈലറ്റുമാർ ഉപേക്ഷിക്കും. അതിൻ്റെ ചിത്രങ്ങൾ കാണിച്ചിട്ട് തകർന്നു പോയ റാഫേലാണെന്ന് ഫോട്ടോഷൂട്ടിട്ട് പാകിസ്ഥാൻ ചില ചിത്രങ്ങൾ കാണിച്ചു. നമ്മുടെ വിമാനങ്ങൾ അതിർത്തി കടന്ന് പോയിട്ടില്ല. ഇങ്ങനെ വീണ ഈ എക്സ്റ്റേണൽ ഫ്യൂവൽ ഡ്രോപ്പ് ടാങ്കിൻ്റെ ചിത്രം കാണിച്ചിട്ട് അത് സൂക്ഷ്മമായി നോക്കിയറിയാം വിമാനമേ അല്ല. അത് നോക്കിയിട്ട് BBC-യും റോയിട്ടറും വാർത്ത കൊടുക്കുന്നു. ഈ ഹിന്ദു കൊടുത്തു, ഹിന്ദു പിൻവലിച്ചു. എന്നിട്ട് നമ്മുടെ നാട്ടിലെ യൂട്യൂബർമാർ ചിലരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് 5 വീണു, ഇന്ത്യൻ പട്ടാളക്കാരെ തടവുകാരായി പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഇന്ത്യൻ ആർമി ഒഫീഷ്യലി ഈ ബ്രീഫിങ്ങിൽ പറഞ്ഞു, നമുക്കൊരു കാഷ്വാലിറ്റിയും വന്നിട്ടില്ല, ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഇവിടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ചില ആളുകൾ 5 വിമാനം വീണു എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ ആഹ്ലാദിക്കുകയാണ്. ഫേക്ക് നറേറ്റീവ്, ഇൻഫർമേഷൻ വാർഫെയർ ആണ്. യുദ്ധം തോറ്റെങ്കിലും വാചകം അടിച്ച് ജയിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന ഈ അധര വ്യായാമത്തെ ഇവിടെ ചിലർ കൊണ്ടാടുകയാണ്. ഇത് അവിടുത്തെ മന്ത്രിമാർ തന്നെ ഈ വിമാനം തകർത്തു നമ്മൾ എന്നൊക്കെ പ്രതിരോധ മന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു.
ARY ന്യൂസ് പോലുള്ള അതെ, ചാനലുകളൊക്കെ ഇവിടെ തകർന്ന MiG-29 ഒക്കെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. വിമാനത്തിന്റെ അടിയിൽ എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്ക് വെക്കുന്നത് എങ്ങനെയാണെന്നൊരു ചിത്രം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. അത് ആവശ്യം കഴിഞ്ഞാൽ അത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അത് കളയും. എന്നിട്ട് ഇപ്പം മന്ത്രി നമ്മളോട് യാചിക്കുകയാണ്, പാകിസ്ഥാൻ മന്ത്രി, നിങ്ങൾ സംഘർഷമൊന്നും ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ട് യാചനയ്ക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇന്നലെ നടന്ന ഓപ്പറേഷൻ അമിത്ഷായോടും രാജ്നാഥ് സിംഗിനോടൊപ്പം അജിത് ഡോവലിനോടൊപ്പം ഇരുന്ന് മോദി ലൈവായിട്ട് രാത്രി മുഴുവൻ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലും പുറത്തു വന്നിട്ടുണ്ട്. അപ്പം മോദി 2019 ബാലക്കോട്ട് ആക്രമണത്തിന് മുമ്പും ഇപ്പോഴും ഈ പാകിസ്ഥാനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ കൂളായിട്ട് അല്ലേ, വളരെ ശാന്തമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അത് ഏറ്റവും വലിയ സ്റ്റേറ്റ്സ്മാന്റെ ഗുണങ്ങളിലൊന്നാണ്. രാജ്യം മുഴുവൻ മോക്ക് ഡ്രില്ലൊക്കെ നടത്താൻ വേണ്ടി മോക്ക് ഡ്രിൽ എന്നും പറഞ്ഞ് പറ്റിച്ചു. ശത്രുവിനെ തറ പറ്റിക്കാനുള്ള ഈ ഡിസെപ്ഷൻ എന്ന് പറഞ്ഞ ഈ തന്ത്രം ആണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ ബാലക്കോട്ട് ആക്രമണം നടന്നത് ഫെബ്രുവരി 26, 2019. ഇതുപോലെ തന്നെ പുലർച്ചയ്ക്ക് മുമ്പ് ആണ് ഇത് നടന്നത്. ഈ AR റഹ്മാൻ സിനിമാ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആക്രമണങ്ങൾ നടത്തുന്നത്. അപ്പോൾ 48 മണിക്കൂർ മുമ്പും മോദി സാധാരണ പോലെയായിരുന്നു. അന്ന് തലേന്ന് ഫെബ്രുവരി 5 അന്ന് 2019 നാഷണൽ വാർ മെമ്മോറിയൽ സമർപ്പിച്ചു ഡൽഹിയിൽ തലേന്ന് അദ്ദേഹം. അതിൽ പട്ടാളക്കാരുടെ ധീരതയെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത്. നാളെ ഞങ്ങൾ ആക്രമണം നടത്താൻ പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല. നെഹ്റു പണ്ട് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കുട്ടികളോട് അവരെ അടിച്ചു നിരപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞോടുകൂടി ചൈന ആക്രമണം കൂട്ടുകയാണ് ചെയ്തത് 1962. അപ്പോൾ അങ്ങനെ മറ്റേ ഭീകര കേന്ദ്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഈ ഭീകരരെ പറ്റിയും ഭീകര കേന്ദ്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് രാത്രി 9 മണിക്കാണ്. അപ്പോഴും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉച്ചകോടിയിൽ അവർ സമ്മിറ്റ് എന്ന് പറഞ്ഞ് നടത്തുമല്ലോ, അതിൽ പങ്കെടുക്കുകയായിരുന്നു അന്ന് മോദി. വികസനം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി, ഇന്ത്യയുടെ വികസനം അതാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ഉത്കണ്ഠയുള്ളതായിട്ട് അന്നും ആരും കണ്ടുപിടിച്ചില്ല. ഒരുപാട് സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഉള്ളതാണല്ലോ. ഒരു വറിയും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല, ആശങ്ക ഉണ്ടായിരുന്നില്ല, ഉത്കണ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാം ഇൻ ദ ഫേസ് ഓഫ് സ്റ്റോം, കറേജ് ഇൻ ദി ലൈൻ ഓഫ് ഫയർ എന്ന ആളുകൾ പറയാറുണ്ട്. ഇതിൻ്റെ ഒരു ആൾ രൂപമായിട്ടാണ് മോദി നിൽക്കുന്നത്. പിന്നെ ശത്രുവിനെ അറിയാമെങ്കിൽ പിന്നെ ഭയത്തിൻ്റെ കാര്യമില്ല. അപ്പോൾ ശത്രുവിനെ നന്നായിട്ട് മോദിക്ക് അറിയുകയും ചെയ്യാം. ഇത്തവണയും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള അഭിലാഷങ്ങളാണ് അദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2047 ഇന്ത്യ വൻശക്തിയാവുമെന്ന് പറഞ്ഞു. 30 മിനിറ്റ് സംസാരിച്ചു. വളരെ കൂളായിരുന്നു, ഒരു സ്ട്രെസ്സും ഉണ്ടായിരുന്നില്ല, തമാശകളും പറഞ്ഞു. ഇവിടെയും പഹൽഗാം കഴിഞ്ഞിട്ട് വിഴിഞ്ഞത്തുമൊക്കെ വന്നിട്ട് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞില്ലേ, തരൂരിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, പലരുടെയും ഉറക്കം പോകും നെറ്റി ചുളി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ തീരുമാനമെടുക്കാത്ത സർക്കാരുകളെ പറ്റി ഇന്നലത്തെ മറ്റേ മാധ്യമ സ്ഥാപനത്തിൻ്റെ ചടങ്ങിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലോക് ക്യാ കഹേംഗെ എന്നുള്ള ഭയം പല ഈ ഭരണാധികാരികൾക്കും ഉണ്ടാവും. ജനം എന്തു പറയും, ഫിയർ ഓഫ് പബ്ലിക് പ്രഷർ. ജനങ്ങൾ എന്തു പറയും എന്ന് പറഞ്ഞിട്ട് പലരും ഒരു നടപടിയും എടുക്കാതിരിക്കും എന്ന് മോദി പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെയല്ല. ജനം എന്ത് വേണമെങ്കിലും പറയട്ടെ, ചെയ്യാറുള്ളത് ഞാൻ ചെയ്യും. രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണ് മോദിയുടെ മുദ്രാവാക്യം. രാജ്യത്തിന് വേണ്ടത് ചെയ്യാൻ അദ്ദേഹം സേനാ മേധാവികളെ വിളിച്ച് ചർച്ച ചെയ്ത് 4-5 ദിവസം മുമ്പ് ഏൽപ്പിച്ചതാണല്ലോ. അപ്പോൾ അത് നടന്നോളും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞാൽ അത് നടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ട്, ഇതാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, സമയവും കാലവും ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് അവരോട് പറഞ്ഞത്. എന്നിട്ട് ഈ വാർ ഡ്രില്ല് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതും ഒരു സ്ട്രാറ്റജി ആയിരുന്നു. എന്നിട്ട് പാകിസ്ഥാനെ പറ്റിച്ചു, ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ, ഇല്ലേ, മാജിക്കുകാരൊക്കെ ചെയ്യുന്നത് പോലെ.
എന്നിട്ട് അവർക്ക് ഈ സമയത്തിൻ്റെ ഒരു ആഡംബരം കൊടുത്തു. അവർ വിചാരിച്ചു നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 1971 8 സ്ഥലത്ത് ആക്രമിച്ചതുപോലെ എവിടെയെങ്കിലുമൊക്കെ ആക്രമിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ശത്രുവിനെ അറിയാമെങ്കിൽ യുദ്ധത്തിൽ തോൽക്കില്ല എന്ന് പറയാറുണ്ട്. അതാണ് ഞങ്ങൾ ഇടതുവശത്തേക്ക് പോവുകയാണെന്ന് മോദി പറയും, പാകിസ്ഥാനോട് വലതുവശത്തേക്കായിരിക്കും പോവുക. ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. പാകിസ്ഥാന് മനസ്സിലായില്ല, നല്ല അടിയും കിട്ടി, മർമ്മത്ത് കൊണ്ടു. ഏതായാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാകിസ്ഥാൻ മനസ്സുള്ള കുറേ ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. പാകിസ്ഥാനെ തൊടാൻ പാടില്ല, പാകിസ്ഥാൻ പാവമാണ്, നമ്മളോട് വല്ലതും ചെയ്താലും നമ്മളങ്ങ് ക്ഷമിക്കണം, നമ്മളല്ലേ വലിയ ശക്തി, അവർ വിവരമില്ലാത്തവരല്ലേ, ക്ഷമിച്ചൂടെ, പാവമല്ലേ എന്നൊക്കെ പറയുന്ന മനോഭാവമുള്ള ചിലരുണ്ട്. പിന്നെ ഇന്ത്യ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് കിട്ടിയാലോ, അതിൻ്റെ മെച്ചം BJPക്ക് കിട്ടിയാലോ എന്ന് കരുതുന്ന ആളുകളാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ ആർമി ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട് തെളിവ് എവിടെ, ബലാക്കോട്ടിന് തെളിവ് എവിടെയെന്ന്. പാർലമെൻറ്റിൽ അന്നത്തെ പാകിസ്ഥാൻ കരസേനാ മേധാവി തന്നെ സമ്മതിച്ചു ബലാക്കോട്ടിൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടായത്. അതോടുകൂടിയാണ് 2 വർഷം കഴിഞ്ഞാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ചോദ്യം അവസാനിച്ചത്. ഒരിക്കലും ലോകത്തൊരു കാര്യവും ഒരു രാജ്യവും സൈന്യം ഒരു നിലപാട് പറഞ്ഞാൽ അതിനെ മറികടന്ന് ഒരക്ഷരം മിണ്ടില്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ ആളുകൾ പറയുകയാണ് ഇന്ത്യ ഇത്ര നേട്ടം ഉണ്ടാക്കി, 5 വിമാനം പോയി, കുറേ പട്ടാളക്കാരെ പിടിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന ആളുകളെ സത്യത്തിൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കണം. കാഷ്വാലിറ്റി ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഊന്നുന്നത് ചില സാധാരണ പൗരന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇത് ഈ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പ്രയോഗിക്കുന്ന തന്ത്രമാണിത്. പൗരന്മാരും കുട്ടികൾ, ഗർഭിണികൾ അല്ലേ. ഈ ലാഹോറിന്റെ അടുത്ത് കൊണ്ടുപോയി ഈ ഭീകരന്മാരെ കന്റോൺമെന്റിന്റെ അടുത്തൊക്കെ താമസിപ്പിച്ചതിന് വേണ്ടിയിട്ടാണ്, ജനവാസ കേന്ദ്രത്തിന്റെ നടുക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചതാ മനഃപൂർവ്വം. ഹാഫിസ് സയ്യിദിനെ ഇപ്പൊ മാറ്റി അവിടുന്ന് ജനവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ 90-നും 100-നും ഇടയ്ക്ക് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിൻ്റെ അകത്ത് താമസിച്ചുകൊണ്ടിരുന്ന മറ്റേ വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടാവും. മറ്റേ വിദ്യാർത്ഥികളും അവരുടെ ഉമ്മമാരോ അങ്ങനത്തെ ആളുകളൊക്കെ കാണും. ഇപ്പൊ സഹോദരി കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ അയാളുടെ. ഇതൊക്കെ യുദ്ധത്തിന്റെ ഭാഗമാണ്. യുദ്ധത്തിന്റെ അകത്ത് അഹിംസ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ തട്ടിപ്പ് പറഞ്ഞിട്ട് ജയിക്കാനാണെങ്കിൽ ഇന്ദിരാഗാന്ധി ചെയ്തതിന്റെ അനുഭവമാണ് ഈ കോൺഗ്രസ്സുകാർ പറയുന്നത്. 1971 യുദ്ധത്തിൽ ജയിച്ചു, തെരഞ്ഞെടുപ്പിൽ അത് പ്രയോഗിച്ചിട്ടുണ്ടാവും. മോദിക്ക് ഇനി തെരഞ്ഞെടുപ്പിന് എത്രയോ കാലമില്ലേ? അതെ അതെ, പൊതു തെരഞ്ഞെടുപ്പിന് 1 വർഷം ആയതേ ഉള്ളൂ. അതാ 4 വർഷം കഴിഞ്ഞ് നടക്കുമ്പോഴും മോദി ജയിച്ചോളും. കാരണം കോൺഗ്രസ് ഡിവൈഡഡ് ഹൗസ് അല്ലേ, തകർന്ന് തരിപ്പണായി കിടക്കുന്ന തറവാടാണ്. അല്ല, ഇതിപ്പോ മോദിക്കുണ്ടാവുന്ന ജയം മാത്രമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട മതരാജ്യത്തിനുണ്ടാവുന്ന ക്ഷീണമാണ് പ്രശ്നം. അതൊക്കെ ഉണ്ട്, അതാണ് പ്രശ്നം. അത് വലിയ പ്രശ്നമാണ്. അത് മറ്റേ സേട്ട് പോയി അവിടെ പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തില്ലേ പണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ പോയില്ലേ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു വികാരമാണ്. കാരണം വിഭജന കാലത്ത് അവർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടായി, ഇവിടെ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളൊരു സ്ഥലമായല്ലോ എന്നാണ് അന്ന് കരുതിയത്. ഇപ്പം അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? പാകിസ്ഥാനിൻ്റെ അവസ്ഥ എന്താണല്ലേ? കുത്തുവാളയെടുത്ത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യം. ഇപ്പം ഇനി കെഞ്ചി തുടങ്ങും അവര്. പക്ഷെ നമ്മുടെ യുദ്ധം ഇവിടെ കൊണ്ട് തീരുന്നില്ല, നമ്മുടെ യുദ്ധം അവസാനിക്കുന്നില്ല. നമ്മുടെ യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. ഇസ്ലാമിക തീവ്രവാദമാണ് 2 രാജ്യങ്ങളുടെയും പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.